നമ്മളൊരു യാത്ര പോവുകയാണ്. റിയാദിൽ നിന്നും ഏകദേശം 250 കിലോമീറ്റർ ദൂരെയായിട്ട് ഒരു ലാവൻഡർ ഫീൽഡ്, ലാവൻഡറിൻ്റെ പാടം. അപ്പോൾ പോയി വരാം. ഞങ്ങൾ രാവിലെ പൊതിച്ചോറൊക്കെ കെട്ടിയിട്ടാണ് പോകുന്നത്. നമുക്ക് പോകാനുള്ള വഴി ഒരു ഒറ്റപ്പെട്ട വഴിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പോകുന്ന വഴിക്ക് കടയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്നക്കുട്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ മീതുവും ജിബിയും കൂടെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ സെറ്റ് ചെയ്തു. ബിബിൻ ഓൾറെഡി കോ ഡ്രൈവർ സീറ്റിൽ സാധനം പിടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അരികൾ പതിയേട നെഞ്ചെല്ലാരും മൂടും രാഗം, വിഴികൾ മൊഴിയും മധുരം കിനിയും നെയ്യും നീണം. മഴയേ 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 മഴയേ, മനസ്സിൽ മഷിയാലതിരും നിറവേ. കണ്ണിനി മണികളെ മിന്നിത്തിരി പോലെ എന്റെ മനസ്സാകെ മുന്നിലണയവെ പ്രിയനോട് ചെറു ചെറിയതൊരു പുലരൊളിയല വിടരുകയോ. അന്തിവയിലാണ് നിന്റെ ചിരി പോലെ മിന്നി വഴി നീളേ. പോകുന്ന വഴിയിൽ ഈ വെൽക്കം ഗേറ്റിൻ്റെ വലത്ത് സൈഡിലായിട്ട് ഒരുപാട് ഹട്ടുകളുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കരുതി പോവുകയാണെങ്കിൽ നമുക്ക് കഴിക്കാൻ വേണ്ടി നല്ല സൗകര്യമാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി കരുതിയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒന്ന് റെസ്റ്റ് എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് പോയത്. അൽഖായ എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. തുമൈർ എന്ന സ്ഥലത്തുകൂടിയാണ്. തുമൈറിൽ നല്ല ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഞങ്ങൾ അതും കണ്ടതിന് ശേഷമാണ് പോയത്. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞങ്ങൾ ഏകദേശം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ കാണുന്ന സ്ഥലം വരെ നമ്മുടെ ലൊക്കേഷൻ കാണിക്കുകയുള്ളൂ. അതിനുശേഷം നമുക്ക് മൊബൈലിന് എൻ്റെ STC ആണ്, പക്ഷേ മിക്ക മൊബൈലുകൾക്കും റേഞ്ച് കാണത്തില്ല, നെറ്റ് കാണത്തില്ല, ഒന്നും കാണത്തില്ല. പക്ഷേ ഈ ഒരു ഓഫ് റോഡ് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 കിലോമീറ്റർ നമുക്ക് ഓഫ് റോഡ് ഡ്രൈവ് ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെറിയ വണ്ടികൾ കൊണ്ട് കഴിവതും പോകാതെ ഇരിക്കുക. യാരിസ്, കൊറോള പോലുള്ള വണ്ടികൾ അവിടെ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി കഴിവതും ചെറിയ വണ്ടികൾ കൊണ്ട് പോകാതിരിക്കുക. കാര്യം അടി തട്ടാൻ വേണ്ടി നല്ല ചാൻസ് ഉണ്ട്. ഒരുപാട് കല്ലുള്ള വഴിയാണ്. അതുകൊണ്ട് തന്നെ SUV പോലെയുള്ള വലിയ വണ്ടികൾ കൊണ്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. ആരായാൽ താരം മടുത്തോരം ബലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. കണ്ണഴകേ കണ്ണഴകേ ചെറു കനവുകൾ ഒഴിയും ഒരു നാളിന്നിതിലെ എൻ സഖിയായി തോളിൽ ചാരേ. നിന്നെ കണ്ട കടൽ പോലെ മയിലായി മഴ കൊണ്ടതുപോലെ അകമേ പിടയും ഞാൻ. ആരു പറഞ്ഞു ഞാൻ കണ്ടതൊരു കനവാണെന്നാരു പറഞ്ഞു. കൺമഷിക്കായലിൽ തുഞ്ചത്ത് ചാടണ പള്ളാത്തിക്കെന്ത് ചന്തമാണു പെണ്ണെ. ഓടണ്ട ഓടണ്ട ഓടിത്തള. ഞങ്ങൾ സ്ഥലത്തെത്തിയപ്പോഴേക്കും ഏകദേശം 1 മണി 1:15 പൊതിച്ചോറ് ഏകദേശം സെറ്റായി. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ തന്നെ നമുക്ക് ടെൻറ്റ്, പട്ടം മുതലായവയൊക്കെ മേടിക്കാൻ കിട്ടും. എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. അവിടെ ചെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പട്ടമൊക്കെ മേടിച്ചുകൊണ്ട് പോയാൽ പട്ടം പറത്താനൊക്കെ നല്ല കാറ്റാണ്. അതുപോലെ ഉച്ചയ്ക്ക് 1:15 നല്ല വെയിൽ, അതുപോലെ തണുത്ത കാറ്റ്, ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു. ഈ ലാവൻഡർ ഫീൽഡ് കിലോമീറ്ററോളം നിരന്ന് കിടക്കുകയാണ്. ഗൂഗിൾ മാപ്പ് ഒന്നും അവിടെ വർക്ക് ചെയ്യാൻ സാധ്യതയില്ല. നെറ്റ്വർക്ക് ഒട്ടുമേയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പടിഞ്ഞാറ് ദിശയിൽ നിന്നും കിഴക്കോട്ടാണ് പോകുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും വഴി തെറ്റുകയോ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ പടിഞ്ഞാറ് ദിശ നോക്കി വന്നാൽ മതി. ഞങ്ങൾ ഏകദേശം ഭക്ഷണമെല്ലാം കഴിച്ചു. കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ഓൾറെഡി ചൂടുവെള്ളം ഒക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിരുന്നു. എല്ലാം സെറ്റാക്കിയതുകൊണ്ട് തന്നെ കട്ടൻ കാപ്പിയൊക്കെ അവിടെ നിന്ന് ഉണ്ടാക്കി കുടിച്ചു. ഞങ്ങൾ കുറേ നേരം പട്ടമൊക്കെ പറത്തിയതിന് ശേഷം ഏകദേശം ഒരു 3:30 ആയപ്പോഴത്തേന് ചൂട് കുറയാൻ തുടങ്ങി. നല്ല തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ പാക്കപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങളൊരു 4 മണിയോടുകൂടി തിരിച്ചു വരാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി. ഞങ്ങൾ തിരിച്ച് യാത്ര പുറപ്പെട്ടു. കാരണം തുമൈർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒറ്റപ്പെട്ട വഴിയാണ്. രാത്രിയിൽ യാത്രയും കൂടിയാണ്. സേഫ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് റിയാദിലേക്കുള്ള യാത്രയിലാണ്. തുമൈറിൽ എത്തിയപ്പോൾ രാവിലെ കണ്ട അതേ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഞങ്ങൾ കുറേ നേരം നിർത്തി കുറേ വീഡിയോസൊക്കെ എടുത്തിരുന്നു.
ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ തന്നെ അടുത്തായിട്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ കുറേ നേരം ഇരുന്നു. കുഞ്ഞിനെ കുറച്ച് നേരം അവിടെ കളിപ്പിച്ചതിന് ശേഷമൊക്കെയാണ് ഞങ്ങൾ തിരിച്ചുള്ള യാത്ര തുടങ്ങിയത്. ഏകദേശം 9 മണിയോടുകൂടി ഞങ്ങൾ റിയാദിലെത്തി. നിങ്ങളതുപോലെ റിയാദിൽ എവിടെയെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ഷോർട്ട് വീഡിയോസിൽ ഞങ്ങൾ പോയ സ്ഥലങ്ങളുടെ ചെറിയ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് പോയി കാണാവുന്നതാണ്. ഞങ്ങൾ റിയാദിലെത്തി ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിരിഞ്ഞത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഓഫ്, ഏഞ്ചൽ ടിപ്സ്.